ബോസിന്റെ യൂണിഫോം കണ്ടിട്ട് എന്റെ കണ്ണ് ചിമ്മുന്നു. ഇതിടാനുള്ള ഭാഗ്യമോ എനിക്കില്ല, തേക്കാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് തന്നൂടെ? വേണ്ട വേണ്ട ബോസ്, നിങ്ങൾ പോയി കുളിച്ചിട്ട് ആഹാരം കഴിക്കും ബോസ്. ആ സമയം കൊണ്ട് ഞാൻ വേറെ വല്ല ജോലി തന്നെയല്ലേ ചോദിച്ചത്. പോയി കിടന്നുറങ്ങണ. ജോലി ചെയ്യാൻ എന്നെ സമ്മതിക്കില്ല അല്ലേ? ഇതെന്താ പൊറോട്ട അടിക്കുവാണ്? ഇതിനു മുമ്പ് ബോസ് പൊറോട്ട അടിക്കാനായിരുന്നായിരിക്കും അല്ലേ? അയ്യോ എന്റെ അമ്മോ, എന്റെ അമ്മേ, അടി കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ചു തന്നെ നടക്കണം. എന്താ ഒരു കരിഞ്ഞ നാറ്റം വരുന്നത്? അവനെന്തെങ്കിലും സംഭവിച്ചോ? അയ്യോ, ഇതാരായിരിക്കും ചെയ്തത്? ഈ കൊലച്ചതി ചെയ്തവനെ എനിക്കൊന്ന് കാണിച്ചതാ ദൈവമേ. നിന്റെ തോന്നിവാസത്തിന് തീരുമാനം ഉണ്ടാക്കൂടാ. മാറടാ, എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കൂടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്ത് തങ്കപ്പ ചേട്ടാ, ഉരുണ്ട് കളിക്കുന്ന സമയം? ഞാൻ ആരോടെ വഴക്കുണ്ടാക്കിയത്? ഇങ്ങേരാണ് തേപ്പൊട്ടി എടുത്ത് ചന്തിക്ക് വെച്ചത്. നോക്ക് നോക്ക്, ഇത് നോക്ക്, കണ്ടില്ലേ? എല്ലാരും നോക്ക്, കണ്ടോ? പൊള്ളിക്കാൻ ഈ സ്ഥലമാണോ കണ്ടത്? നാണം കെട്ടവനെ, പെണ്ണുങ്ങളെ കാണിക്കാനുള്ള സ്ഥലമാണോടെ? ഞാനല്ല ഊരിട്ടാണ് കാണിച്ചത്, നിൽക്കുന്നതിലുണ്ടായിരുന്നല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല മോളെ, അവിടെ അനങ്ങാതെ കിടക്കുമായിരുന്നു ഞാൻ. ബോസ് ആ പഴുത്ത തേപ്പൊട്ടി എടുത്ത് എന്റെ ചന്തിക്ക് തേച്ച് പിടിപ്പിച്ചു. ഒന്നും ചെയ്തില്ലെന്നോ? പിന്നല്ലാതെ. പറഞ്ഞതല്ലേ തേക്കണ്ട തേക്കണ്ട തേക്കണ്ട. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? എന്ത് ചെയ്തത്? കണ്ടോ എന്താ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്. ഇതിട്ട് കൊതി തീർന്നെങ്കിൽ കൂടെ സാരമില്ല. അവനിത് ദ്വാരമിട്ട് ഒന്നിനും കൊള്ളാതാക്കിയില്ലേ ഇഡിയറ്റ്. അതെ, ഇഡിയറ്റ്. ഇതിന് തൊളയിട്ടത് ആരാന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ അടങ്ങില്ല. നീ തന്നെയാണ്. ഞാനോ ഉറങ്ങിക്കിടന്ന് ഞാൻ എങ്ങനെയാണ് ഇതിൽ തൊളയിടുന്നത്? സോമനാംബുലിസ. ബോസ്, എന്നെ തനിയെ കൊണ്ടുപോയി അപമാനിച്ചാലും ഞാൻ സഹിക്കും. ഇത് കുറച്ച് കൂടിപ്പോയി. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തിയാലുണ്ടല്ലോ, എനിക്ക് ബോസിനോടുള്ള സകല ബഹുമാനം. സോമനാംബുലിസ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നടക്കുന്ന ഒരു രോഗമാണ്. എനിക്കോ മതി, എനിക്കോ മതിയാക്കാൻ. ഒരു പാന്റ് കത്തിപ്പോയതാണോ ഈ ബഹളം? നാളെ ഞാൻ കോളേജിൽ എന്താണ് ഇടുന്നത്? അയ്യോ, ഇതെന്നെ ഇടണമെന്നുണ്ടോ? വേറെ പാന്റ് ഒന്നുമില്ലേ? ഇതിന്റെ യൂണിഫോം അല്ലേ? യൂണിഫോം ഇട്ടോണ്ട് പോവാൻ ഇയാൾ എന്താ LKG സ്റ്റുഡന്റ്? വലിയ വലിയ LKG പഠിച്ചിട്ട് എന്ത് പ്രയോജനം? മറ്റുള്ളവന്റെ ചന്തയിൽ തേപ്പോട്ട് വെച്ച് പൊള്ളിക്കുന്നതാണോ പഠിച്ചത്? വാട്ട് ഈസ് ദിസ്? ഇംഗ്ലീഷ് അറിയില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നോക്ക്. നീ വാ. ഇന്നത്തോടെ യൂണിഫോമിന്റെ പണി. നീ എന്താ നോക്കുന്നേ? അല്ല, വേറൊരു തേപ്പോട്ടി ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ല. എന്താ വേറൊരു തേപ്പോട്ടി? ദാ ഇങ്ങോട്ട് നോക്കിക്കേ, തോള 2 ഉണ്ട്. തേപ്പോട്ടി ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ, മറ്റേതെവിടെ? നോക്കിക്കേ, കട്ടിലിനടിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്ന്. എന്താ ഇത്? ചൂടാവാതെ. തീയിൽ കുരുത്തതെല്ലാം എന്നെ പോലെ വെയിലത്ത് വാടില്ലെന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയത് അറിയില്ലേ ബോസ്? വാത്മീകിയാണോ കുഞ്ചൻ നമ്പ്യാരാണോ? അയ്യോ പാപം, ബോസിനാകെ കൺഫ്യൂഷൻ ആയല്ലോ. അയാള് എന്നെ ഉറക്കത്തില്ല, ഇവള് എന്നെ ഉറക്കത്തില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി, നിന്നെ കാണിച്ചു തരാം. മിത്രേ, കഥ ഒന്ന് തുറന്നേ. എന്താ നിനക്ക് പറ്റിയേ? എന്തിനാ ഒച്ച ഉണ്ടാക്കുന്നേ? അങ്ങോട്ട് വന്നീ കാണിക്കാം. എന്താ ഇവൾക്ക് പറ്റിയേ? അങ്ങോട്ട് നോക്ക്. ഉറക്കപ്പിച്ചയിൽ അളവ് ശരിക്കും എടുത്തില്ലെന്ന് തോന്നുന്നു, കുറച്ച് ലൂസായി പോയി. ഇത് തന്നെ ആ തയ്യക്കടക്കാരനും പറഞ്ഞത്. നിങ്ങൾ എന്റെ ബോസ് ആണോ അതോ ലൂസ് കേസാണോ? ഈ പുതിയ യൂണിഫോം ഏതാ? ഇതെവിടുന്ന് കിട്ടിയതാ? വന്നതോ രായ്ക്ക് രാമായണം പോയി തയ്ച്ചോണ്ട് വന്നതാ. മതി മതി, ഇതുവരെ റെഡി ആയില്ലേ മിത്ര? ഫാസ്റ്റ് ഹരിയപ്പ്, വേഗം പുറപ്പെടാൻ നോക്ക്. എടി പൊന്നമ്മേ, ഇനി വന്നേ. ബോസ് പറയുന്നത് കേട്ടില്ലേ? വേഗം പോയി കറിയപ്പെടുത്തോണ്ട് വാ, എന്നിട്ട് നമുക്ക് പല്ല് തേക്കാം. അയ്യോ, അറിയില്ലെങ്കിൽ സംസാരിക്കരുത്. അത് കറിയപ്പല്ല, ഹരിയപ്പ്. ഹറിയപ്പ് എന്ന് വെച്ചാ വേഗം വരാനർത്ഥം. വേഗം വരാൻ. നിക്ക്. വേഗം വരാൻ എന്ന് പറഞ്ഞാൽ നീ ഉടനെ അവന്റെ പുറകെ ഓടി. ഇപ്പൊ ഞാനാണ് ഇതിനോട് പറയുന്നത്. ഇതിലെ കൂടെ ഹറിയപ്പ്. ദൈവമേ, ഓടി. മാധവൻകുട്ടിയുടെ മോള് കോളേജിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ കൂടെ എപ്പോഴും ഒരു ബോഡി ഗാർഡ് ഉണ്ട് സാർ. എടാ അങ്ങോട്ട് നോക്കടാ മീരേ,
ദേ ഒരു അന്തം നിന്റെ പുറകെ വരുന്നത് കണ്ടില്ലേ? അവന്റെ കയ്യെ പിടിച്ചോ, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. ഇവനൊക്കെ എവിടുന്ന് വരുന്നതാ? കണ്ണാടിയെങ്കിലും ഒന്ന് എടുത്ത് മാറ്റ്. നോ, ഞാനിത് ഊരി കഴിഞ്ഞാൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. എവരെവിടെ വിൽ നോ. ഇവൻ അറിയാതെ എസ്കേപ്പ് ആകുന്നതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ, നമസ്കാരം. എടി മീരെ, എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതൊക്കെ പിന്നെ പറയാം, ആദ്യം നീ കൊടുക്ക. ഇതാ. അസ്സലാമലൈക്കും. സ്തോത്രം സ്തോത്രം. അല്ല അല്ല അതല്ല അല്ലേ, അലൈക്കും അസ്സലാം. അതിനിടയ്ക്ക് പോയി കഴിഞ്ഞല്ലോ. ആ മിത്ര, മീര എവിടെ? അകത്തുണ്ട്, ഇപ്പൊ വരും. മീര, മേ ഐ കം ഇൻ? മീര, മീര, മീര. ഇതെവിടെയാ പോയത്? സാറെപ്പോഴാ വന്നേ? ഇരിക്കട്ടെ ഇരിക്കട്ടെ, എല്ലാം വെച്ചേ, ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. എനിക്കിപ്പോ ഡ്യൂട്ടിയാണ് മുഖ്യം. മീരാസ് മിസ്സിംഗ് സർ. എപ്പം നോക്കിയാലും ലേഡീസ് ടോയ്ലറ്റിന്റെ അകത്താണല്ലോ ഇവൻ. അങ്ങനെ എന്താ ഇവിടെ ഉള്ളത്? ഇല്ല, കണ്ടില്ല. സോറി. നല്ല കാര്യം, വേറെ ആരും കണ്ടില്ല. എന്തിനാ സ്റ്റോപ്പ് ചെയ്തത്? കമാൻ ഗെറ്റ് ഗോയിങ്. സ്റ്റോപ്പ് ഇറ്റ്. ഇതാണോ ഡാൻസ്? കറക്ക്. നൈസ്. തെണ്ടി, ഒരു മാസ്റ്റർ ചെയ്യേണ്ട കാര്യമാണോടാ ഇത്? ഇനി ക്യാമ്പസിനകത്ത് തന്നെ കണ്ടുപോകരുത്. എന്ത് പണിയായി കാണിച്ചേ? മിണ്ടരുത് മിണ്ടരുത്. എന്ത് ലക്ഷ്യത്തോടാണ് ശരീരത്ത് കൈവെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കാരണം തീർത്തൊന്ന് കൊടുത്താലെന്താ? അതിനല്ലേ അവനെ അടിച്ചത്, പിന്നെ എന്തിനാ പറഞ്ഞു വിട്ട? ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? കമോൺ ഗേൾസ്, ലെറ്റ്സ് ഗോ. സ്റ്റെപ്പ് ഇത്, കൺമണിമാരുടെ സ്റ്റെപ്പ് ഇത്, ഹൃദയം പറക്കുന്ന സ്റ്റെപ്പ് ഇത്. പിടിക്കണവളെ. മിത്ര, നീ അവരുടെ കൂടെ വീട്ടിലേക്ക് വെക്കോ.
എന്നെ ഒന്നും ചെയ്യരുത്. എല്ലാം ദേവരാജനാ. ദേവരാജൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എവിടെയാടാ ദേവരാജൻ? ചെയ്യരുത്. സത്യ പറഞ്ഞേ, അയാൾ US പോയി. US പോയെന്നോ? അയാളെ ആരും സംശയിക്കാൻ പാടില്ല. എല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് മാറിക്കളഞ്ഞതാ. ഇനി അയാൾ തിരിച്ചു വരില്ല. അവൻ തിരിച്ചു വന്നാ പിന്നെ അവന് ജീവൻ ഉണ്ടാവില്ല. പറഞ്ഞേക്ക്. മോളെ, അച്ഛാ, മീരമോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഒന്നും പറ്റില്ല. ഇങ്ങനെ പേടിച്ചു വരാൻ മാത്രം ഒന്നും സംഭവിച്ചില്ല. അതിനല്ലേ ഭൂമിയുള്ളത്. ഭൂമി, നിന്നെ വിശ്വസിച്ച് എന്റെ മോളെ അയച്ചതുപോലെയാ എന്നെ വിശ്വസിച്ച് നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇവിടേക്ക് അയച്ചത്. നീ ഒന്നിനും ഇറങ്ങില്ലെന്നറിയാം. പക്ഷെ ഞാൻ കാരണമാ നീ വഴക്കിന് പോയത്. ഇനി എന്തുണ്ടായാലും ശരി, നീ എനിക്ക് ഫോൺ ചെയ്യ്, ഞാൻ നോക്കിക്കോളാം. നീ അടിപിടിക്കൊന്നും പോകണ്ട. നിന്റെ ശ്രദ്ധ മുഴുവനും പഠിത്തത്തിലായിരിക്കണം. നീ മാത്രമല്ല, അവരെ നല്ലതുപോലെ പഠിപ്പിക്കണം. ഇനി ഇതാണ് നിന്റെ ഡ്യൂട്ടി. ഓക്കെ സാർ.